ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കർത്താവ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ കൃപ തന്നു. ഇന്ന് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ അനുസരണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അനുസരണം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി അതിൻ്റെ പൊതുവെ നമ്മൾ കാണുന്ന അതിൻ്റെ അർത്ഥം. അത് ആരുടെയെല്ലാം ഇഷ്ടം നമ്മൾ അനുസരിക്കണം, ആരുടെയെല്ലാം ഇഷ്ടം നമ്മൾ അനുസരിക്കരുത്, ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുസരിക്കേണ്ടത് ആരെയെല്ലാം എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിലൊന്നാമത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് 3 വശങ്ങളാണുള്ളത്. അതായത് ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ എത്ര കൽപ്പന കൊടുത്തു? 10 കൽപ്പന. ഈ 10 കൽപ്പനയ്ക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് തരും. അപ്പോൾ ഇത് 10 കൽപ്പന മാത്രമല്ല, ഇതെന്താണ്? സാക്ഷ്യമാണ്. മറ്റൊന്ന്, കൽപ്പനയിൽ ദൈവപുത്രൻ്റെ സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ ഈ കൽപ്പന ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് വാഗ്ദത്തമാണ്. അതായത് നമ്മൾ പഠിക്കുന്നത് ഇതിനെ 3 വശങ്ങളിൽ കൂടി ചിന്തിക്കണം. ഇത് കൽപ്പനയാണ്, ഇത് സാക്ഷ്യമാണ്, ഇത് വാഗ്ദത്തമാണ്. 3 വശങ്ങൾ ഏതൊക്കെയാ? കൽപ്പനയാണ്, സാക്ഷ്യമാണ്, വാഗ്ദത്തം. അതെങ്ങനെയെന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാം. യഹോവയല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒന്നാമത്തെ കൽപ്പനയാണ്. ഈ ഒന്നാമത്തെ കൽപ്പനയായ ഈ കൽപ്പനയിൽ നമ്മളിപ്പോൾ എന്തൊക്കെ കാണണം? കൽപ്പന കാണണം, പിന്നെ സാക്ഷ്യം കാണണം, വാഗ്ദത്തം കാണണം. ഈ കൽപ്പനയിൽ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ അല്ലാതെ, യഹോവയായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയോ സ്തുതിക്കുകയോ ദൈവമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയോ ചെയ്യരുത്. ഇത് കൽപ്പനയാണ്. രണ്ടാമത്തത് സാക്ഷ്യമെന്ന് പറയുന്നത്, ദൈവത്തിന് ഒരു പുത്രനുണ്ട്. ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവപുത്രൻ ഒരിക്കലും ദൈവത്തെ അല്ലാതെ അന്യദൈവത്തെ ആരാധിക്കുകയില്ല. ഇതാര് പറയുന്ന? പുത്രനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ്. ഇപ്പം എത്രയായി? ഏതൊക്കെയായി? എന്തൊക്കെ കാണണം? കൽപ്പന കാണണം, സാക്ഷ്യം കാണണം, വാഗ്ദത്തം കാണണം. വാഗ്ദത്തം എന്താ? വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവകൽപ്പന അനുസരിച്ച് ഈ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരുന്നാൽ നിന്നെയും ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലെ ആകും. ക്രിസ്തു ഇരിക്കുന്നിടത്ത് നിന്നെയും കൊണ്ട് ഇരുത്തും. നീയും ദൈവത്തിൻ്റെ പുത്രനാകും. അപ്പോൾ വചനത്തിന് 3 വശങ്ങളുണ്ട്. ഒന്ന്,
കൽപ്പന ഒന്ന്, സാക്ഷ്യം ഒന്ന്, പ്രാ- പ- പ്രാ- വാഗ്ദത്തം. ഇതിൽ കൽപ്പന എന്താ? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. സാക്ഷ്യം എന്താ? എൻ്റെ പുത്രൻ ഉം, ദൈവത്തെ അല്ലാതെ വേറെ ആരാധിക്കില്ല. സാക്ഷ്യം എന്താ? അല്ല, വാഗ്ദത്തം എന്താ? നീയും അതുപോലെ അന്യദൈവങ്ങളെ ആരാധിക്കാതെ സത്യദൈവത്തെ തന്നെ ആരാധിച്ചാൽ, സ്തുതിച്ചാൽ ദൈവപുത്രനാവും. ഇതാണ് വാഗ്ദത്തം. അപ്പോൾ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത് എന്നുള്ളതിന് ന്യായപ്രമാണമാണ്. അതിൻ്റെ ഈ 3 വശങ്ങൾ പറഞ്ഞേ. ഒന്ന്, കൽപ്പന എന്ന് പറയുന്നത് മോഷ്ടിക്കരുത്. പിന്നെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവപുത്രൻ മോഷ്ടിക്കില്ല. എൻ്റെ മകൻ മോഷ്ടിക്കില്ല. എൻ്റെ മകനാണെങ്കിൽ മോഷ്ടിക്കില്ല. പിന്നെ നീ മോഷ്ടിക്കാതിരുന്നാൽ ദൈവപുത്രനെ പോലെ ആയി. ദൈവപുത്രൻ ഇരിക്കുന്ന എവിടെയാ? ദൈവത്തിൻ്റെ മാർവിൽ. അപ്പോൾ നീ മോഷ്ടിക്കാതിരുന്ന് കഴിഞ്ഞ് ആ സ്വഭാവം കാണിച്ചാൽ നീ എവിടെ പോയിരിക്കും? ദൈവത്തിൻ്റെ മാർവിൽ പോയിരിക്കും. തറയാക്കണം. വീണ്ടും കൽപ്പന, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 വശം പറ. അതിൻ്റെ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള വചനത്തിൻ്റെ കൽപ്പന, വ്യഭിചാരം ചെയ്യാൻ പാടില്ല. ആ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ ഒരിക്കലും വ്യഭിചാരം ചെയ്യുകയില്ല. പിന്നെ നീയും വ്യഭിചാരം ചെയ്യാതിരുന്നാൽ ദൈവപുത്രനെ പോലെ ആ പദവി പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 വശം പറ. കൽപ്പന എന്ന് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം. 2, സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവപുത്രൻ മാതാപിതാക്കളെ ബഹുമാനിക്കും. പിന്നെ വാഗ്ദത്തം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നീയും ദൈവപുത്രനാകും. ഏകദേശം മനസ്സിലായില്ല. ഇനി കള്ളസാക്ഷ്യം പറയരുത്, അതും കൂടി പറഞ്ഞു. കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം പറയാൻ പാടില്ല എന്നുള്ളത് കൽപ്പന. ദൈവപുത്രൻ കള്ളസാക്ഷ്യം പറയുകയില്ല എന്നുള്ളത് സാക്ഷ്യം. നീയും കള്ളസാക്ഷ്യം പറയാതിരുന്നാൽ ദൈവപുത്രനെ പോലെയായി ദൈവപുത്രനുള്ള പദവി പ്രാപിക്കും. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ദൈവത്തെ പോലെ, ദൈവത്തിൻ്റെ പുത്രനെ പോലെ ആയിത്തീരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പദവി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. കൽപ്പന പ്രമാണിക്കുന്നതിന് ഒരു ദോഷവും വരികയില്ല. ദൈവത്തെ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ശ്രേഷ്ഠമാകുന്നു. പറഞ്ഞേ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. അപ്പോൾ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രമാണങ്ങളും കൽപ്പനകളും വചനങ്ങളും എല്ലാം തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അനുസരിക്കാൻ. അനുസരിച്ചാൽ ദൈവപുത്രനെ പോലെ ആയിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം, മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്. എന്താണ്? തൻ്റെ പുത്രനെ പോലെ എല്ലാ മനുഷ്യരും ആയിത്തീരണം. ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യരെക്കുറിച്ചുള്ള ആഗ്രഹം. അപ്പോൾ ഇത് നമ്മളോട്, നമുക്ക് ഏത് കൽപ്പന കിട്ടുമ്പോഴും നമ്മളിത് ഓർത്തോളണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ എല്ലാ ആരാധനയ്ക്ക് പോകണം. ആരാധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ആരാധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങ് പോയി, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ഇതിന് ഈ 3 വശം ചിന്തിച്ചോളണം. എന്താണ്? ആരാധനയ്ക്ക് പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ദൈവപുത്രൻ്റെ സ്വഭാവം ഇതാണ്. ദൈവപുത്രൻ
ആരാധനയ്ക്ക് പോകും. മൂന്നാമത്തത്, ദൈവപുത്രനെ പോലെ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞാൽ നാമും ദൈവപുത്രൻ എന്നുള്ള പദവി പ്രാപിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് കർത്താവ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിന്റെ വചനത്തെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. പറഞ്ഞേ, ഞാൻ നിന്റെ വചനത്തെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് ദൈവത്തിൻ്റെ കൽപ്പന. മനസ്സിലായോ? ഇത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെയാണ്. ഭൗതികമായ ആഹാരം കഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളവർ ചിന്തിച്ച്, ഇവൻ ആരെങ്കിലും നമ്മളറിയാതെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവുമോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവ് തെളിയിച്ചു കൊടുത്ത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വേറൊരു ആഹാരം ആരും കൊണ്ടുവന്ന് തന്നതല്ല. പിന്നെയോ, എൻ്റെ പിതാവ് ദൈവം എനിക്ക് ഭൂമിയിൽ പ്രവർത്തിപ്പാൻ തന്ന പ്രവർത്തികളാണ് എൻ്റെ ആഹാരം. അപ്പോൾ നമ്മൾ ലോകത്തിൽ ഭൂമിയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് നമ്മുടെ കുടലിൽ ചെല്ലുന്നു. കുടലിൽ നമ്മുടെ ശരീരം വലുതാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ വലുതാകും. എങ്ങനെയാ? നമ്മൾ പുറത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ, ലോകത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതെവിടെ ഉണ്ടാകുന്നു? ശരീരത്തിന് ആരോഗ്യവും വളർച്ചയും നൽകുന്നു. എന്നാൽ നമ്മൾ ദൈവം കൽപ്പിച്ച പ്രവൃത്തികളെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വളർച്ച ഉണ്ടാകുന്നു? അകത്തെ മനുഷ്യൻ. അതായത് അകത്തെ മനുഷ്യൻ ആരായിരിക്കും? ദൈവപുത്രനായിരിക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രൻ ഒരു മനുഷ്യനിൽ വളരുന്നത്. അപ്പോൾ ഒന്നാമത് നാം അനുസരിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം എന്തൊരുക്കിയിരിക്കുന്നു? ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതെന്താ? ആ ഒരുക്കിയിരിക്കുന്നത് എന്താ? ഇത്രയും നാളായിട്ട് അതറിയില്ലേ? ആ കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനം 11:14 വായിച്ച്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചോ. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നതായി കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പോൾ എന്നെ ഒരുക്കിയിരിക്കുകയാണ്? നഗരം എന്ന് പറഞ്ഞാൽ സിറ്റി, പട്ടണം. അതേതാ പട്ടണം? സിയോൻ. സിയോൻ എന്ന് പറഞ്ഞ ഒരു പർവ്വതമാണ്. ഈ പർവ്വതം ഇരിക്കുന്നത് യെരുശലേം പട്ടണത്തിലാണ്. പട്ടണം യെരുശലേം, സിയോൻ പർവ്വതം, പർവ്വതത്തിന് മുകളിൽ കൂടാരം, കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സിംഹാസനം. അങ്ങനെയാണ് പറഞ്ഞേ. പട്ടണം ഏതാ? യെരുശലേം. പർവ്വതം സിയോൻ, പർവ്വതത്തിന് മുകളിൽ കൂടാരം, കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സിംഹാസനം, സിംഹാസനത്തിൽ ആരിയിരിക്കുന്നു? കർത്താവ് ഇരിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തോളണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൽപ്പന മുഴുവനും പ്രമാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവ് ഈ പറയുന്ന കൽപ്പന ഞാൻ അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാവും? ദൈവപുത്രനാവും. ദൈവപുത്രനായി എവിടെ ഇരിക്കാം? കർത്താവ് ഇരിക്കുന്നത് എവിടെയാ? യെരുശലേം പട്ടണത്തിൽ എന്തുണ്ട്?
സിയോൻ പർവ്വതത്തില്, കൂടാരത്തില്, അതിവിശുദ്ധ സ്ഥലത്ത്, ദൈവസിംഹാസനത്തില് കർത്താവിനോടുകൂടെ നമുക്ക് ഇരിക്കാം. ഇതാണ് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള കൽപ്പന അനുസരിക്കുന്നവൻ്റെ ഗുണം, അവൻ്റെ പ്രയോജനം. ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. എന്നാൽ ഇത് അവിടെ പോയി ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ 2:9 വായിച്ചേ. 1 കൊരിന്ത്യർ 2:9. ആ, അപ്പോൾ അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആ, അപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്നവർക്ക് എന്താ ഒരുക്കിയിരിക്കുന്നത്? ഒരു നഗരം. ഈ നഗരത്തിൽ ചെന്ന് നമ്മൾ ഈ സ്ഥാനത്ത് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്? ദൈവത്തെ സ്നേഹി സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 വായിക്കും. 5:1. ആ, ആ. നാം ദൈവത്തെ സ്നേഹിച്ച് ആ, ആ, വായിച്ചോ അടുത്തും കൂടെ. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാ തെളിയിക്കുന്നത്? കൽപ്പനകളെ പ്രമാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഏത് കൽപ്പന ദൈവം പറഞ്ഞാലും അപ്പോൾ ഓർത്തോളണം, എന്താ ഇത് കർത്താവ് എന്നോട് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ? പിതാവിനോട്, യേശുവിനോട് കൂടെ ദൈവസിംഹാസനത്തിൽ പുത്രനെ പോലെ ആയി തീർന്ന് കൊണ്ടുപോയി ഇരുത്താനാണെന്ന് അപ്പോൾ നമ്മൾ ചിന്തിച്ചോളണം. അപ്പോൾ നമ്മൾ ചെറിയ വാക്കായാലും വലിയ വാക്കായാലും ദൈവമാണ് കൽപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാ. എന്താ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? നമ്മെ കൊണ്ടുപോയി എവിടെ ഇരുത്തണം? ദൈവപുത്രനിരിക്കുന്ന ദൈവസിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുള്ളവനോടാണ് കർത്താവ് ഇത് കൽപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ എത്രമാത്രം ബഹുമാനത്തോടും സ്നേഹത്തോടും വിധേയത്തോടും കൂടി കേൾക്കണമെന്നുള്ളത് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവേ, ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. എന്താ പറഞ്ഞേ? യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അതിന് തയ്യാറായി വന്നിരിക്കുന്നത്. ഇത്രയും വചനങ്ങൾ മറന്നു പോകാതെ ഇവിടെ ഒഴിച്ചു വെച്ചോളണം. രണ്ടാമത്തെ കാര്യമാണ് മാതാപിതാക്കളെ അനുസരിക്കുക. അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിച്ച് അനുസരിക്കണം. ഇങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? വചനം പറയുന്നത്, ഒരു മനുഷ്യൻ അവന് ഒരു തലമുറയായി ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഈ പ്രസവിക്കുന്ന സ്ത്രീക്ക് കഷ്ടപ്പാടുണ്ട്. എങ്കിലും ഈ ഭയങ്കര പെയിനും കഷ്ടപ്പാടും ഒക്കെയാണ്. കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളെല്ലാം മറക്കും. കാരണം ഞാൻ എത്ര കഷ്ടപ്പെട്ടാലെങ്കിലും ഒരു ജീവിതം ഭൂമിയിലേക്ക് ജനിച്ചല്ലോ, ഈ ഒരു. അപ്പോൾ അങ്ങനെ സന്തോഷിക്കും. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ലോകത്തിൽ മറ്റ് ആരേക്കാൾ കൂടുതൽ തൻ്റെ മക്കളെയാണ് മാതാപിതാക്കൾ സ്നേഹിക്കുന്നത്. വചനം പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. കുഞ്ഞ് അമ്മയുടെ മാർവിൽ നിന്നുകൊണ്ട് മുല കുടിക്കുമ്പോഴത്തേക്കും ഒരു ഭയമില്ല അതിന്. ഇവിടെ പൊരിഞ്ഞ യുദ്ധം ഭൂകമ്പം നടക്കുമെന്നിരിക്കട്ടെ, പക്ഷെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് വിഷമമുണ്ടോ? കാരണം
അതിന്റെ ലോകം എന്ന് പറയുന്നത് ആരാ? അമ്മയാ. സകലതും. അതുപോലെ തന്നെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരപ്പൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ കരുണ തോന്നും. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് പ്രകൃതി വെച്ചിരിക്കുന്നതാ. ദൈവം വെച്ചിരിക്കുന്നതാ. എന്താ? നമ്മള് അവിടെ ഒരു 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 സ്ഥലത്ത് ഒരാൾക്ക് സുബോധം വിട്ടുപോയി. സുബോധം മാറിപ്പോയി ഭ്രാന്ത് എന്നുള്ള നിലയ്ക്ക് വന്നു. അയാളുടെ കുഞ്ഞിനെ 5, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ 2 കാലിലും പൊക്കി പിടിച്ചെടുത്ത്. എല്ലാവരും കൂടെ അയ്യോ എന്ന് നിലവിളിച്ച് ഓടി വന്നെടുത്ത്. അതിന്ന് വിടുവിച്ച്. തൻ്റെ പൊന്നുപോലെ നോക്കുന്ന കുഞ്ഞാ. പക്ഷേ അവന്റെ സുബോധം വിട്ടുപോയപ്പോഴേക്കും അവൻ അപ്പൊ ദൈവം വെച്ചിരിക്കുന്നതാണ് എന്ത്? ഈ വ്യവസ്ഥ. എന്താ? മാതാപിതാക്കൾ അവര് പുറത്തേക്ക് പോകുമ്പോൾ ഈ നല്ല വസ്ത്രം ഇട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം ഇടി. ഒരു അമ്മ തൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് താൻ കഴിക്കാതിരിക്കും. കാരണം അതും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. ഒരപ്പൻ രാവിലെ മുതൽ അധ്വാനത്തിന് പോയി വൈകുന്നേരം വരെ അധ്വാനിച്ച് കൊണ്ടുവന്ന് ചെലവിന് കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരല്പം തനിക്കും കഴിക്കാൻ അടുത്ത ദിവസം ജോലിക്ക് പോകുന്നല്ലോ എന്നോർത്ത് കിടക്കും. അപ്പൊ ഇങ്ങനെ തങ്ങളില്ലാതായിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് മാതാപിതാക്കൾ. ഇത് മായയ്ക്ക് കീഴ്പ്പെടുത്തി വെച്ചതുകൊണ്ടാ. ഈ മായയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ കാര്യമൊന്നും നിൽക്കില്ല. ആരും വിവാഹം നടക്കില്ല, കുഞ്ഞുങ്ങളുണ്ടാവില്ല, വളർത്തൂല്ല. എല്ലാവരും അവരെ വേറെ പണിയൊന്നുമില്ലേ. ഇപ്പൊ ഈ അന്ത്യകാലത്ത് കിടന്ന് കാണിക്കാൻ പാടില്ലേ? ഇതുപോലെ ആകാതിരിപ്പാൻ ദൈവം മായയ്ക്ക് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. അതിനാണ് ഈ നാച്ചുറൽ അഫക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രകൃതി. നമുക്കിപ്പോ ഒരു തളിര് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നല്ല കൗതുകം തോന്നും. ഒരു നായയുടെ കുഞ്ഞാവട്ടെ, പട്ടിക്കുഞ്ഞാവട്ടെ, കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഈയോട അത് കുഞ്ഞല്ലേ, അതിനെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. വലിയ പട്ടിയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ അയ്യോ ആ കുഞ്ഞിനെ. അപ്പോൾ എന്തുകൊണ്ട്? നാച്ചുറൽ അഫക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ഇതുള്ളിടത്തോളം കാലം തലമുറകൾക്ക്, ഇളം തലമുറകൾക്ക്, കുരുന്നുകൾക്ക്, പിന്തുടർച്ചകൾക്ക് എപ്പോഴും തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ ജീവിതവും കൊടുക്കും. ഇതാണ് ഇത് ദൈവം വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ് ഇവരെ അനുസരിച്ചോളണം. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തെന്നാൽ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നത് വരെയും, ഏത് സമയം വരെ? തിന്മ തള്ളി, അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാവുന്നവരെയും ഇവർ പറയുന്നത് അനുസരിച്ചോളണം. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായാൽ പിന്നെ വചനം പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരെയും ക്രിസ്തുവിനനുസരിക്കണം. അപ്പൊ അനുസരണം എന്ന് പറയുന്നത് മാതാപിതാക്കളെ അനുസരിക്കുന്നതിന് 2 ഘട്ടമാണ്. ഒന്ന്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നത് വരെയും ഒരു ഘട്ടം, അതിനുശേഷം വേറൊരു ഘട്ടം. അതിനുശേഷം അനുസരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും 2 ഘട്ടത്തിലെ അനുസരണം. ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തിലെ അനുസരണമാണ് നമ്മൾ പോകുമ്പോൾ എടാ അവിടെ പോകരുത്. ഇപ്പൊ എവിടെ നിൽക്കുന്ന നമ്മുടെ ശിമുവിനോട് പോകരുത്, അനുവിനോട് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഇത് കാണുന്നത്, മൊബൈൽ കാണുന്നത്. നീ കാണരുത് എന്ന് പറഞ്ഞാൽ ഇവര് മാതാപിതാക്കള് ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം അവർക്ക് നഷ്ടം വന്നാലും അവർക്ക് കുഴപ്പമില്ല.
കുഞ്ഞുങ്ങൾക്ക് നന്മ വരണം. ഇത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഉള്ളം നമ്മൾ അറിഞ്ഞിരിക്കണം. ആരുടെ? മാതാപിതാക്കളുടെ. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഓ, ഇത്ര വേഗത്തിൽ നിങ്ങൾ ഞങ്ങളെക്കാൾ ബലവാന്മാരായി, ഇത്ര ബലത്തിൽ ഞങ്ങളെക്കാൾ ജ്ഞാനികളായി. ഒരു 3 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തു നിമിത്തം വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. മനസ്സിലായോ? മാതാപിതാക്കളുടെ ചിന്താഗതികളാ അവിടെ നമ്മൾ പഠിക്കണം. എങ്ങനെയൊക്കെയാ അവർ? അതിന്റെ 10-ാം വാക്യം എന്താ? ഏ മക്കളെ, മാതാപിതാക്കളുടെ വിദ്യാഭ്യാസം കുറച്ച്, മക്കളുടെ വിദ്യാഭ്യാസം കൂടുതലാ. അങ്ങനെയുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അസൂയ തോന്നും? ഇല്ല. കാരണം ഞങ്ങളെക്കാൾ അവരാരായിരിക്കണം? ജ്ഞാനികളായിരിക്കണം. രണ്ടാമത്തത്, ഞങ്ങൾ ബലഹീനർ, അവർ വിവേകികൾ. അവർ വിവേകമുള്ളവരായിരിക്കണം മാതാപിതാക്കളെക്കാൾ. അതുപോലെ തന്നെ നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ. മാനവും കുറവ്. മക്കള് ബഹുമാനിക്കപ്പെടും. മക്കള് വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പൻ ഉഴവ് കാളപൂട്ടലാ പണി. അവർക്കതിൽ ആക്ഷേപം തോന്നുന്നില്ല. കാരണം തങ്ങളെക്കാൾ അവരാരൊക്കെയായിരിക്കണം? വിവേകികൾ, മഹത്തുക്കൾ, ജ്ഞാനികൾ, ബലവാന്മാർ. ഇപ്പൊ ഇങ്ങനെ ബലത്തിലും ജ്ഞാനത്തിലും വിവേകത്തിലും സമ്പത്ത്, ഇതെല്ലാറ്റിലും മക്കള് മുന്തി വരണമെന്നുള്ളത് ആരുടെ ആഗ്രഹം? മാതാപിതാക്കളുടെ ആഗ്രഹം. ഇത് ദൈവം ഈ പ്രകൃതിയിൽ വെച്ചിരിക്കുന്നതാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവർ മക്കളോടൊരു കാര്യം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാലും അതിന്മേൽ അനുസരണക്കേട് കാണിക്കാൻ പാടില്ലെന്നാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കാണിക്കും. അപ്പോൾ അതിന് അവരെ ശിക്ഷിച്ച് ഇതനുസരിപ്പിക്കണം എന്നാണ് വചനം. അതായത് അവരെ വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോവുകയില്ല. അവനെ ശിക്ഷിച്ച് അവൻ പറയുന്നത് അനുസരിപ്പിക്കണം. ഇതേത് ഘട്ടം വരെ? തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ. അത് കഴിഞ്ഞാൽ, ആ ഘട്ടം കഴിഞ്ഞാൽ, നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാൻ വെച്ച് കഴിഞ്ഞാൽ, അവൻ വന്നു. അബ്രഹാം പിതാവ് കുഞ്ഞായിരുന്നു. അബ്രഹാം പിതാവിൻ്റെ അപ്പൻ്റെ പേരെന്നാ? തേരഹ്. തേരഹ്. അബ്രഹാം പിതാവിൻ്റെ അപ്പൻ്റെ പേര് തേരഹ് എന്നാ. തേരഹിൻ്റെ പണി എന്നായിരുന്നു? അന്യദൈവങ്ങളെ ആരാധിക്കലായിരുന്നു. വിഗ്രഹത്തെ ഉണ്ടാക്കണമായിരുന്നതൊക്കെ ചരിത്രമുണ്ട്. അപ്പോൾ ഈ വിഗ്രഹം ഉണ്ടാക്കുന്നതിന് പണി. അപ്പോൾ ചെറുപ്പത്തിൽ തിന്മ തള്ളി നന്മ തിരക്കാൻ പ്രായമാകുന്നവരെ, എടാ അബ്രഹാമേ, നീ പോയിട്ട് ആ വിഗ്രഹം എടുത്തോണ്ട് വന്നേ, ഒന്ന് തൊഴുതേച്ചും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ചെന്ന് അത് ചെയ്യും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായപ്പോഴേക്കും അവൻ ഇതങ്ങനെയല്ല. ദൈവം പറഞ്ഞ്, അബ്രഹാമേ, ദൈവത്തിൻ്റെ വിളി വന്നു. ഏത് ദൈവം? തേജോമയനായ ദൈവം ഒരു ദിവസം പ്രത്യക്ഷമായി അബ്രഹാമിന്. പ്രത്യക്ഷമായതിനു ശേഷം, നീ നിന്റെ കുടുംബത്തെ എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോരാൻ പറഞ്ഞു. സത്യത്തിൽ മാതാപിതാക്കൾ സമ്മതിക്കണമാണോ? ഇല്ല. ആദ്യമായിട്ട് എതിര് നിൽക്കുക. ആർക്ക്? മാതാപിതാക്കൾക്ക്. അപ്പോൾ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നതുവരെയും നമ്മൾ മാതാപിതാക്കളെ അന്ധമായിട്ട് അനുസരിക്കണം. പറയുന്നത് എന്തോ അത് കേൾക്കണം. അത് കഴിഞ്ഞാൽ
പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ദൈവത്തെ മാതാപിതാക്കളെ അനുസരിക്കണം. അതായത് ദൈവം പറയുന്നതനുസരിച്ച് മാത്രമേ പിന്നെ ചെയ്യാവൂ. അപ്പൊ അബ്രഹാം ഇറങ്ങി പോന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, പിന്നെ അബ്രഹാം പിതാവ് അപ്പനെ അനുസരിച്ചിട്ടില്ലെന്നല്ല, ഒത്തുനോക്കും. ഏതുമായിട്ട്? ദൈവത്തിന്റെ കൽപ്പനയായിട്ട് ഒത്തുനോക്കും. എന്നോട് അപ്പൻ ഒരു കാര്യം പറഞ്ഞു. ആ വിഗ്രഹത്തെ പോയി ഒന്ന് തൊഴാൻ പറഞ്ഞു. തൊഴാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാം നോക്കും. തനിക്ക് പ്രത്യക്ഷമായ ദൈവത്തോട് ചോദിക്കും, കർത്താവേ അത് ചെയ്യാവോ? പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കില്ല. അപ്പനോട് പറയും, കർത്താവിന് ഇഷ്ടമല്ല, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ അനുസരിക്കണം, അപ്പൻ ഈ പറയുന്ന പോലെയല്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ തുടർന്ന് ക്രിസ്തുവിൽ ദൈവത്തെ അനുസരിക്കണം. ഇനി മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ, എങ്ങനെയായിരിക്കണം? ആ, അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? അന്ധമായിട്ട്, അതായത് ഒരു ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. കാരണം എന്താ? പറയുന്ന മാതാപിതാക്കൾ അവരെക്കാൾ ഞാൻ ജ്ഞാനിയായി തീരാൻ, അവരെക്കാൾ ഞാൻ വിവേകിയായി തീരാൻ, അവരെക്കാൾ ഞാൻ ബലവാനായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരെക്കാൾ ഞാൻ പറഞ്ഞ് വിവേകിയായി തീരാൻ, ബലവാനായി തീരാൻ, മാനമുള്ളവനും വിവേകമുള്ളവനുമായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ഘട്ടം ഏതാ? തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായാൽ പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ദൈവത്തെ അനുസരിക്കണം. അല്ല, ക്രിസ്തുവിൽ മാതാപിതാക്കളെ അനുസരിക്കണം. അതായത് മാതാപിതാക്കൾ പറയുന്നതും ദൈവം പറയുന്നതുമായിട്ട് എന്ത് ചെയ്യണം? താരതമ്യം ചെയ്തതിന് ശേഷം ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അനുസരിക്കേണ്ടത്. ഇങ്ങനെ തങ്ങളുടെ ജീവിതം മുഴുവനും തങ്ങളത് ചെയ്യണം. മാത്രമല്ല, ഇങ്ങനെയുള്ളവർക്ക് അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള വാഗ്ദത്തം ഏതാ എന്നറിയാമോ? വചനം വായിച്ചിട്ടുണ്ടോ? ദീർഘായുസ്. ദീർഘായുസ് വാഗ്ദത്തത്തോടുകൂടി ആദ്യത്തെ കൽപ്പനയാണ്. എന്താണ്? നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കാൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചനുസരിക്കുക. കർത്താനുസ്വാതം അതാണ് അവർക്ക് നൽകുന്നത്. കർത്താനുസ്വാതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ഇനി അടുത്ത ഭാഗം ഉണ്ട്. ഇപ്പം നമ്മൾ 2 ഭാഗം ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ അനുസരിക്കണം? ആദ്യം പറഞ്ഞ് ദൈവത്തെ അനുസരിക്കണം. അനുസരിക്കാൻ ദൈവം കൽപ്പന തന്നിട്ടുണ്ട്. കൽപ്പനയ്ക്ക് 3 വശമുണ്ട്. കൽപ്പനയുടെ 3 വശങ്ങളാണ്. 1 കൽപ്പനയാണ്, 2 സാക്ഷ്യമാണ്, 3 വാഗ്ദത്തമാണ്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൊല ചെയ്യാൻ പാടില്ല, അത് കൽപ്പനയാണ്. 2 ദൈവപുത്രൻ കൊല ചെയ്യുകയില്ല എന്നുള്ളത് ദൈവം പറഞ്ഞ സാക്ഷ്യമാണ്. 3 കൊല ചെയ്യാതെ ദൈവപുത്രൻ്റെ സ്വഭാവം കാണിച്ചാൽ ദൈവപുത്രൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാം, അവനെ ദൈവപുത്രനായിട്ട് ദൈവം കണക്ക് കൂട്ടി പ്രതിഫലം നൽകും. ഇങ്ങനെ ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതാണ് ഏതാണ്? യെരൂശലേം എന്ന പട്ടണം. യെരൂശലേം പട്ടണത്തിൽ ഒരു പർവ്വതമുണ്ട്. പർവ്വതത്തിന് മുകളിൽ ഒരു കൂടാരമുണ്ട്. കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലമുണ്ട്. അവിടെ സിംഹാസനമുണ്ട്. അവിടെ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇങ്ങനെയുള്ളവർക്ക് പോയിരിക്കുക. 1 ഘട്ടം. 2 കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ അനുസരിക്കേണ്ടത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ലോകത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനും സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വിവേകമോ ബുദ്ധിയോ കഴിവോ ആരോഗ്യമോ ഇല്ല. അവരുടെ
മാതാപിതാക്കളെ ദൈവം ഈ ലോകത്തിൻ്റെ മായയിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കുഞ്ഞുങ്ങളെ തങ്ങളെക്കാൾ കൂടുതൽ സൂക്ഷിച്ച് വളർത്തിയെടുക്കാൻ വേണ്ടി അവരെ നിയമിച്ചിരിക്കുകയാണ് മാതാപിതാക്കളെ. അങ്ങനെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കാര്യം, ഈ കുഞ്ഞ് തന്നേക്കാൾ ബലവാനായിരിക്കണം, വളരണം, തങ്ങളെക്കാൾ ജ്ഞാനികളായി വളരണം, തങ്ങളെക്കാൾ വിവേകികളായി വളരണം, തങ്ങളെക്കാൾ ബലവാന്മാരായി വളരണം. ഇങ്ങനെ സകലത്തിലും തങ്ങളെക്കാൾ മികച്ചവരായി തീരാൻ അവരാഗ്രഹിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ യാതൊരു തരത്തിലും അതിന് എതിര് പറയാതെ വണ്ണം സമ്പൂർണ്ണമായിട്ട് പറയുന്നതെന്തോ അത് അങ്ങനെ തന്നെ നിവർത്തിയിരിക്കേണ്ട ഉത്തരവാദിത്വം കുഞ്ഞുങ്ങൾക്കാണ്. ഇല്ല എങ്കിൽ അവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ആ ശിക്ഷയിൽ കൂടി അവർ പറയുന്നതനുസരിച്ച് കൊണ്ടു നടക്കുന്നുവെങ്കിൽ, അതിൽ വിധേയപ്പെടുന്നുവെങ്കിൽ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരും. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുമ്പോൾ ആ സമയം മുതൽ അബ്രഹാം പിതാവിനെ പോലെ അപ്പനെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഏതെന്ന് അന്വേഷിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് താരതമ്യം ചെയ്ത് അപ്പൻ്റെ കൽപ്പനയാണോ ദൈവത്തിൻ്റെ കൽപ്പനയാണോ ശ്രേഷ്ഠം വലുത് എന്ന് മനസ്സിലാക്കി അതിൽ നിലനിൽക്കുവാൻ, അതിൽ കൂടി മാതാപിതാക്കളെ അനുസരിപ്പാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരം മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് ദൈവം ദീർഘായുസ്സ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ഇത് കേൾക്കുമോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വം ഉണ്ടാക്കട്ടെ. അനുസരണം തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ചില ഇതോടെ ഉണ്ട്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഞാനിപ്പോൾ ക്ലാസ് നിന്ന് പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ചെയ്യാനിടയായി തന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നയമാനെ പ്രാർത്ഥിച്ച്. ദൈവമേ, കർത്താവായ യേശുവേ, പോയി പ്രാർത്ഥിക്കും. സഹായിക്കണമേ ദൈവമേ.